ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് വലിയങ്ങാടിയിലെ പഴയ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ തകർന്നു വീണ് 4 തൊഴിലാളികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ കെട്ടിടം പൊളിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ അനഘ ഹർഷൻ നൽകും. അനഘ, നമ്മൾ കണ്ടതാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ അതിൻ്റെ കെട്ടിട ഭാഗം തകർന്ന് വീണ് 4 തൊഴിലാളികളാണ് അന്ന് മരിച്ചത്. ആ ഒരു സംഭവത്തിന് പിന്നാലെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. നമുക്കറിയാം, ആ ഒരു കെട്ടിടത്തിന് കഴിഞ്ഞ വർഷം തന്നെ ഒരു പെർമിറ്റ് കൊടുക്കരുത്, അല്ലെങ്കിൽ ആ ഒരു കെട്ടിടം സുരക്ഷിതമല്ല എന്നൊരു റിപ്പോർട്ടടക്കം വന്നതാണ്. പക്ഷേ എന്നിട്ടും അവിടെ കച്ചവടം തുടരാനുള്ള ഒരു സാഹചര്യം ഉദ്യോഗസ്ഥർ കൊടുത്തു. അതോടൊപ്പം തന്നെ കെട്ടിടം പൊളിക്കാനുള്ള ആ ഒരു നീക്കം ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയാണെന്നും ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. നമുക്കറിയാം അതൊക്കെ. ഇപ്പോൾ ഇതാ ആ ഒരു കെട്ടിടം പൊളിച്ച് നീക്കാനുള്ളിൽ ഒടുവിൽ നടപടി സ്വീകരിക്കുകയാണ്, അല്ലേ അനഘ? തീർച്ചയായും അമൽ, നമ്മളിപ്പോൾ ആ കെട്ടിടത്തിന്റെ പരിസരത്താണ് നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 25-നായിരുന്നു ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ഈ സംഭവം നടക്കുന്നത്. ഈ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ ഈ കോൺക്രീറ്റ് പാളികൾ തകർന്നു വീണാണ് ഇവിടെ വിശ്രമിക്കുകയായിരുന്ന 4 തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നത്. അന്ന് ഈ തൊഴിലാളികൾ അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും ഒക്കെ തന്നെ ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷന്റെ അനാസ്ഥയുടെ ഇരയായിരുന്നു, അനാസ്ഥ മൂലം മാത്രമായിരുന്നു ആ 4 തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അപകടം നടന്ന ഈ കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിന്റെ പ്രാരംഭ പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അന്ന് അടർന്നു വീണിരുന്ന ഈ സൺഷെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ കോർപ്പറേഷൻ പൂർണ്ണമായും അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കെട്ടിടത്തിന് താഴെയുള്ള ഈ ഭാഗങ്ങളിൽ ഗോഡൌൺ ആയിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ആ ഗോഡൌണിൽ അന്ന് ഈ അപകടം നടന്ന ദിവസം ഈ കെട്ടിടം പൂട്ടി സീല് ചെയ്ത് അധികൃതർ പോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അത് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് അകത്തുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെ നിന്ന് നീക്കി മാറ്റാനുള്ള നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഉടൻ തന്നെ ഈ കെട്ടിടത്തിനകത്ത് നിന്ന് മാറ്റി മറ്റൊരിടത്തിലേക്ക് കൊണ്ടുപോകണം. ഈ ഭാഗങ്ങളിലായിരുന്നു നിരവധി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അന്ന് അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് പുറകിൽ കാണുന്ന ഇവിടെയാണ് ഈ കയറ്റിറക്ക് തൊഴിലാളികളൊക്കെ തന്നെ വിശ്രമിച്ചിരിക്കുന്നത്. ഇതൊരു ഗോഡൌൺ ആയി പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെയായിരുന്നു അന്ന് അപകടം നടന്നിരുന്നത്. അതിനുശേഷം ഇതിനകത്ത് നിരവധി വാഹനങ്ങൾ കൂടി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കെട്ടിടത്തിന്റെ അന്ന് അപകടം നടന്ന സ്ഥലത്തുള്ള സൺഷെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ മുഴുവനായി പൊളിച്ച് നീക്കിയിട്ടുണ്ട്. അത് ഈ കെട്ടിടത്തിനകത്തുള്ള സാധനങ്ങൾ മാറ്റാനുള്ള സൗകര്യമാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടം തകർന്ന് 4 തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പ്രാരംഭ പരിശോധനയിൽ തന്നെ 12-ലധികം കെട്ടിടം ഇത്തരത്തിൽ അപകടാവസ്ഥയിലാണ്, ഗുരുതരമായ അപകടാവസ്ഥയിലാണ് കോർപ്പറേഷൻ കണ്ടെത്തുകയും അവിടെ നോട്ടീസ് കൊടുക്കുകയും ഉടൻ തന്നെ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ കെട്ടിടം ഉടൻ തന്നെ പൊളിച്ചു മാറ്റാനുള്ള നീക്കത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ കടന്നിരിക്കുകയാണ്. ഇത് നേരത്തെയൊക്കെ തന്നെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ വിലപ്പെട്ട 4 ജീവൻ നമുക്ക് നഷ്ടമാകില്ലായിരുന്നു അമൽ. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 70 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമായിരുന്നു അത്. ആ ഒരു കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് മുൻപ് തന്നെ കഴിഞ്ഞ വർഷം തന്നെ റിപ്പോർട്ട് കൊടുത്തിരുന്നതാണ്. പക്ഷേ അത് ചെയ്തില്ല. അതിന് പിന്നാലെ ഈ ഒരു ഘട്ടത്തിൽ 4 പേരുടെ മരണം സംഭവിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ പൊളിച്ചു നീക്കാനുള്ള ഒരു നടപടിയിലേക്ക് കോർപ്പറേഷൻ കടന്നു. അത് തീർച്ചയായും ആ ഒരു കോർപ്പറേഷന്റെ അനാസ്ഥയുടെ ഇരകളാണ് 4 പേരും എന്ന് തന്നെ പറയണം, അല്ലേ? തീർച്ചയായും അമൽ, കോഴിക്കോട് കോർപ്പറേഷന്റെ കൃത്യമായൊരു ഇടപെടൽ, ഒരു ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ കോർപ്പറേഷൻ വാടക അടക്കം വാങ്ങുന്ന കെട്ടിടങ്ങൾ കോഴിക്കോട് നഗരപരിധിയിൽ നിരവധിയുണ്ട്. വാടക കൊടുത്തുകൊണ്ടാണ് ഈ കെട്ടിടങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അങ്ങനെ വാടക വാങ്ങുന്ന കെട്ടിടത്തിൽ സുരക്ഷിതരാണ് എന്ന് കരുതിക്കൊണ്ടാണ് പലരും പണിയെടുക്കുന്നത്, തൊഴിലെടുക്കുന്നത്. അവരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്. നമ്മളൊക്കെ തന്നെ നേരത്തെയും ഒരു കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ, ഏകദേശം 10ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ
കോർപ്പറേഷന്റെ കീഴിലുള്ള മറ്റൊരു കെട്ടിടത്തെക്കുറിച്ച് നമ്മൾ വാർത്ത കൊടുത്തതാണ്. ആ കെട്ടിടത്തിൽ നിന്ന് ഒഴിയാനുള്ള നോട്ടീസും നമ്മുടെ വാർത്തയുടെ ഒരു ഇമ്പാക്റ്റായി ആ കെട്ടിടത്തിൽ നിന്ന് ഒഴിയാനുള്ള ഒരു നോട്ടീസും കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കെട്ടിടത്തിൽ നിന്നൊക്കെ ഒഴിയാനുള്ള കോർപ്പറേഷൻ ഇത്തരത്തിൽ നോട്ടീസൊക്കെ കൊടുക്കുമ്പോൾ പോലും ഇവിടെ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളാണ്. അവർക്ക് മറ്റൊരിടം കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഇവരെ ഇങ്ങനെ ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ പോലും തങ്ങൾക്ക് ഇവിടെ നിന്ന് തൊഴിലെടുത്ത് പോകണമെന്നൊരു ചിന്തയിലേക്ക് കടക്കുന്നത്. അതും കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്താൽ അവരെവിടെ പോകും? അവർക്ക് പുനരധിവാസത്തിനുള്ള മറ്റൊരിടം കണ്ടെത്തി കൊടുക്കാനുള്ള ബാധ്യത കൂടി കോഴിക്കോട് കോർപ്പറേഷനുണ്ട്. തുടർച്ചയായി 48 വർഷം ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷൻ കൂടിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. അതും ഇവിടെ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. തൊഴിലാളി വർഗത്തിന്റെ ഒപ്പം നിൽക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് എന്നൊക്കെ തന്നെ അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ട് തന്നെ ഇവർ തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ചോദിക്കുമ്പോൾ ഈ കോർപ്പറേഷൻ മറുപടി ഇല്ലാതെ പോകുന്ന സാഹചര്യം ഇതൊക്കെ തന്നെയാണ്. കാരണം ഒഴിപ്പിക്കൽ നോട്ടീസ് കൊടുത്തു, തങ്ങൾ എവിടെ പോകുമെന്ന അവരുടെ ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുക്കാൻ കോർപ്പറേഷന് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തോടു കൂടി വലിയ രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ കോർപ്പറേഷൻ ശക്തമാക്കിയിട്ടുണ്ട്, നോട്ടീസ് കൊടുക്കുന്നുണ്ട്, ഒഴിപ്പിക്കൽ നടപടിയിലേക്കൊക്കെ തന്നെ കടക്കുന്നുണ്ട് എന്നുള്ളതാണ് അമൽ.